ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡൽഹി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റിൽ നിന്ന് 2 പേര് വരുന്നുണ്ട്. അവരുടെ മുന്നിൽ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കേണ്ട സൂരജിൻ്റെ ഒരു സ്റ്റാഫ് ലീവിലാണ്. ആളുടെ അമ്മ ഹോസ്പിറ്റലിലായിട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. ആര് പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുമെന്ന് അറിയില്ല. സൂരജ് ആകെ ടെൻഷനിലാണ്. മീനു പറയുന്നുണ്ട് അവൾ അവതരിപ്പിക്കാമെന്ന്. സൂരജ് അന്നേരം അവളെ കളിയാക്കും. ആരുടെ മുന്നിലാണ് അവതരിപ്പിക്കേണ്ടതെന്ന് അറിയാവോ? സ്റ്റേറ്റിൽ നിന്ന് വരുന്നവരുടെ മുന്നിലാണ്. അവർക്ക് മലയാളം ഒന്നും അറിയില്ല, ഇംഗ്ലീഷോ ഹിന്ദിയോ ഒക്കെ വേണം. അത് വല്ലതും അറിയാവോ? മീനു പറയും സാറിൻ്റെ അത്ര അറിയില്ലെങ്കിലും കുറച്ചൊക്കെ അറിയാം. എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ സാറൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. സൂരജ് പറയും പാളിച്ച പറ്റിയിട്ട് അതെല്ലാം കൂടെ എൻ്റെ തലയിടാനാണോ? മീനു പറയും അങ്ങനെയല്ല സാർ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സൂരജ് പറയും ശരി, സമ്മതിച്ചു. മീനു തന്നെ പ്രസൻറ്റ് ചെയ്യും. പക്ഷേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പിന്നെ മീനു ഈ ഡൽഹി പ്രോജക്റ്റിൽ ഉണ്ടാവില്ല. സമ്മതിച്ചോ? ശരിയെന്ന് മീനു പറയും. അങ്ങനെ സ്റ്റേറ്റിൽ നിന്ന് 2 പേര് വരുന്നുണ്ട്. അവർ മലയാളികളാണ്. സൂരജ് അവരെ മലയാളത്തിൽ തന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അവരും പറയും ഇതിപ്പം ഡൽഹിയിൽ ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് ഞങ്ങൾ മലയാളികൾക്ക് അഭിമാനമുള്ള കാര്യമാണെന്നൊക്കെ. പ്രസൻറ്റ് ചെയ്യുന്നത് പാചകക്കാരിയായ മീനു എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലേഡി സ്റ്റാഫ് ചോദിക്കുന്നുണ്ട് പാചകക്കാരിയോ? അതെന്താ പാചകക്കാരി പ്രസൻറ്റ് ചെയ്യുന്നത്, വേറെ ആരും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ സൂരജ് പറയും ആദ്യം തന്നെ ഞാനൊരു എക്സ്ക്യൂസ് പറയുവാണ്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് എനിക്കുണ്ടായിരുന്നു, പക്ഷേ ആൾ ഇന്ന് ലീവിലാണ്, ഒരു എമർജൻസി ആയിപ്പോയി, അതുകൊണ്ട് വരാൻ പറ്റില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ദിവസത്തേക്ക് ഇത് മാറ്റി വെക്കാമെന്ന്. അവർ പറയും ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്നതല്ലേ, എത്ര പേരുടെ സമയം മെനക്കെടുത്തിയെന്നറിയാവും, ഇനി മാറ്റാനൊന്നും പറ്റില്ല, ഇപ്പം തന്നെ നടത്തണമെന്ന് പറയും. അങ്ങനെ മീനു പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അവൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ അവർ പറയും മലയാളത്തിൽ പറ്റില്ല, ഇംഗ്ലീഷിൽ തന്നെ വേണമെന്ന്. മീനു പറയും ഇതിപ്പം കേരളത്തിനെ റെപ്രസെൻറ്റ് ചെയ്തല്ലേ, അപ്പം പിന്നെ മലയാളത്തിൽ പോരെ, നമ്മളുടെ മാതൃഭാഷയെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ എന്ന്. അവർ പറയും ഇത് കേരളത്തിൻ്റെ പരിപാടിയല്ല, ഡൽഹി വെച്ച് നടക്കുന്ന പരിപാടിയാണ്, അതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ വേണമെന്ന്. മീനു പറയും എന്നാൽ ഇപ്പം നിങ്ങൾ 2 മലയാളികളല്ലേ, ഞാൻ പറയുന്നത് മനസ്സിലാവുമല്ലോ, നിങ്ങളുടെ മുൻപേ മലയാളം പോരെന്ന്. അവർ പറയും ഇത് ഞങ്ങൾ മാത്രം കേൾക്കുന്നതല്ല, ഇത് ഷൂട്ട് ചെയ്ത് സെൻട്രലിന് കേൾപ്പിക്കേണ്ടതാണ്, അതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ വേണമെന്ന് പറയും. അതുകൊണ്ട് മലയാളം പറ്റില്ല എന്ന് പറയും. ശരിയെന്നും പറഞ്ഞിട്ട് മീനു ഹിന്ദിയിൽ പറയാൻ തുടങ്ങുമ്പോൾ അവർ പറയും ഹിന്ദിയും പറ്റില്ല, ഇംഗ്ലീഷിൽ തന്നെ വേണമെന്ന്. അങ്ങനെ മീനു ഇംഗ്ലീഷിൽ പറയും. അവൾ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ സൂരജ് ഉൾപ്പെടെ എല്ലാവർക്കും ഭയങ്കര അതിശയമാണ്. എല്ലാവരും വാ വിളിച്ചിരിപ്പുണ്ട്. മീനു നല്ല രീതിയിൽ തന്നെ അത് പ്രസൻറ്റ് ചെയ്യും. എല്ലാം കഴിയുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നുണ്ട്. ഇടയ്ക്ക് പക്ഷേ അവൾ മലയാളത്തിലും സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. എല്ലാവരും കൈയടിക്കുമ്പോഴത്തേക്കും സൂരജും കൈയടിക്കും. അവനും ഒരുപാട് ഇഷ്ടപ്പെടും. വിചാരിച്ച പോലെയല്ല, ഇവളാൾ മിടിക്കുകയാണല്ലോ എന്ന് സൂരജ് ചിന്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റിൽ നിന്ന് വന്ന 2 പേരും വന്ന് മീനുവിന് കൈ കൊടുത്ത് പ്രസൻറ്റേഷൻ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പാർവതിയെ ബെന്നി വിളിച്ച് വീണ്ടും ഭീഷണിപ്പെടുത്തുന്നതാണ്. പാർവതി പറയും നിങ്ങൾ കൂടുതൽ പറഞ്ഞാൽ ഞാൻ പോലീസിൽ പരാതി കൊടുക്കുമെന്ന്. ബെന്നി പറയും അത് തന്നെയാണ് വേണ്ടത്, പോലീസ് കേസ് വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം, ശിവരഞ്ജിനിയുടെ മോളെ നിങ്ങൾ തട്ടിക്കൊണ്ട് വന്നതാന്ന്, പിന്നെ ശിവരഞ്ജിനി എന്തൊക്കെ ചെയ്യുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ പാർവതിക്ക് പേടിയാവും. പാർവതി പറയും ദൈവത്തെ ഓർത്ത് എൻ്റെ മോളെ എന്നിൽ നിന്ന് അകറ്റരുതെന്ന്. ബെന്നി പറയും നിങ്ങളെപ്പോലെ തന്നെ ശിവരഞ്ജിനിക്കും അവർ മോളെ കാണുന്ന ആഗ്രഹമില്ലെന്നൊക്കെ. വീണ്ടും ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെയാണ് ബെന്നി ഫോൺ വെക്കുന്നത്. പാർവതിക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രസൻറ്റേഷൻ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പോയിട്ടുണ്ട്. മീനു സൂരജിൻ്റെ ക്യാബിനിൽ ഇരിക്കുമ്പോൾ സൂരജ് ചോദിക്കും എന്താ പോകുന്നില്ലേന്ന്. മീനു പറയും അല്ല സാറൊന്നും പറഞ്ഞില്ല. എന്ത്? മീനു പറയും അല്ല സാറിൻ്റെ ഒരു വിഷമഘട്ടത്തിൽ ഞാൻ സാറിനെ സഹായിച്ചല്ലോ, ഞാൻ പ്രസൻറ്റ് ചെയ്തത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ല. സൂരജ് മനസ്സിൽ ചിന്തിക്കും ഇവളുടെ പ്രസൻറ്റേഷൻ ഗംഭീരമായിരുന്നു, പക്ഷെ അതെങ്ങാനും തുറന്നു പറഞ്ഞാൽ പിന്നെ നിലത്തൊന്നും ആയിരിക്കത്തില്ല ഇവള്. സൂരജ് പറയും വലിയ തരക്കേടില്ലാതെ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ചു, അത്രേ ഉള്ളൂ, അല്ലാണ്ട് അത്ര നല്ലതൊന്നും അല്ലായിരുന്നു. മീനു ചോദിക്കും നല്ലതല്ലഞ്ഞിട്ടാണോ വന്നവരെല്ലാം എന്നെ അഭിനന്ദിച്ചത്, കൈയടിച്ചത്? സൂരജ് പറയും അത് പിന്നെ ഇയാളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചായിരിക്കും. മീനു പറയും എനിക്കറിയാം സാറ് മനഃപൂർവ്വം തുറന്ന് പറയാത്തതെന്ന്, എല്ലാവർക്കും ഇഷ്ടമായി, സാറ് മാത്രം നല്ല അഭിപ്രായം പറയില്ല, ഞാൻ വിചാരിച്ചു സാർ എന്നെ അഭിനന്ദനം കൊണ്ട് മൂടുമെന്ന്. സൂരജ് പറഞ്ഞു അതിനു വേണ്ടി ഒന്നും താൻ ചെയ്തിട്ടില്ലെന്ന്. മീനു വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സൂരജ് മനസ്സിൽ ചിരിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് നന്നായി അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ അവൾ തലേ കയറി നിരങ്ങിയേനെ, ഇപ്പോൾ അവളുടെ ജാട കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട്. പിന്നീട് മീനു എന്തൊക്കെയോ കണക്കുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പാർവതി എന്നിട്ട് പറയും മോളെ ഈ ഫോട്ടോയൊക്കെ നോക്കിയെന്ന് പറഞ്ഞിട്ട് ഫോണിൽ കുറച്ച് ഫോട്ടോസ് കാണിച്ചു കൊടുക്കും. മീനു നോക്കിയിട്ട് പറയും ആഹാ ഇതാരാമേ, ജോലിക്ക് അപ്ലൈ ചെയ്തതാണോ? അങ്ങനെയാണെങ്കിൽ അവരോടൊക്കെ വരാൻ പറ, ഇവിടെ മീനൂസ് കിച്ചണിൽ ദഹനത്തിനൊക്കെ ആൾക്കാർ കുറവുണ്ട്. പാർവതി പറയും ഇവരതിന് ദഹനക്കാരൊന്നും അല്ല, ഇവർ കോടീശ്വരന്മാരുടെ മക്കളാ, ഇവർ ജോലിക്ക് അപേക്ഷിച്ചൊന്നും അല്ല, നിനക്ക് കല്യാണ ആലോചനയായി ആ ഭാസ്കരൻ വന്നായിരുന്നു, അയാൾ കൊണ്ടുവന്ന ഫോട്ടോയാ. അത് കേട്ട് മീനുവിന് ദേഷ്യം വരും. അയാൾ പിന്നെയും വന്നു, ഞാൻ ഒന്ന് അയാൾ ഒതുക്കി വിട്ടതാ, പിന്നെ എന്തിനാ അയാൾ വന്നത്, എനിക്കിപ്പോൾ കല്യാണം വേണ്ട നമ്മോട് പറഞ്ഞില്ലേ, പറയുന്ന അമ്മ മനസ്സിലാക്കുന്നു പറഞ്ഞ് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അമ്മാമ്മ ഈ സമയം സൂരജിന് കൊണ്ടുവന്ന് കുറച്ച് ഫോട്ടോസ് കാണിച്ചു കൊടുക്കും നോക്കാൻ പറഞ്ഞ്. സൂരജിന് അത് നോക്കുമ്പോൾ തന്നെ
കല്യാണാലോചനയെന്ന് മനസ്സിലാവും. എന്താ അമ്മാമ്മ ഇതെന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കും അമ്മാമ്മ പറയുന്നുണ്ട് ഭാസ്കരൻ ബ്രോക്കർ വന്നിരുന്നു, ആൾ കൊണ്ടുവന്ന ആലോചനകളാണ്. അത് കേട്ട് ചിന്താമണി ആ ഫോട്ടോ എല്ലാം വാങ്ങിച്ച് നോക്കിയിട്ട് പറയും ഒന്നും കാശിന് കൊള്ളത്തില്ല. അമ്മാമ്മ പറയും എന്താണെങ്കിലും നിന്നേക്കാ കൊള്ളാം. സൂരജ് പറയുന്നുണ്ട് എനിക്കിപ്പം കല്യാണം വേണ്ട അമ്മാമ്മയെന്ന്. അമ്മാമ്മ പറയും നിനക്ക് എത്ര വയസ്സായെന്ന് വിചാരമുണ്ടോ, ഇനി ഇങ്ങനെ പോകാൻ പറ്റില്ല, എത്രയും വേഗം നീ കല്യാണം കഴിക്കണം. അത്രയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.